നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പൈപ്പ് ലൈൻ സിഗ്നൽ. ഇതാണ് പൈപ്പ് ലൈൻ സിഗ്നൽ. പൈപ്പ് ലൈൻ സിഗ്നൽ നേരെ എടപ്പള്ളി പോകുന്ന റൂട്ടാണിത്. അതിൽ നിന്ന് പൈപ്പ് ലൈൻ സിഗ്നലിൽ നിന്ന് ഒരു 100 മീറ്റർ എടപ്പള്ളി സൈഡിലോട്ട് പോകുമ്പോൾ തന്നെയാണ് നമ്മളിന്ന് കയറാൻ പോകുന്ന ഹോട്ടൽ. പേര് ഹാജീസ് കിച്ചൺ. അപ്പം എൻ്റെ മുമ്പിൽ തന്നെയാണ് ഹാജീസ് കിച്ചൺ. നല്ല ഫുഡ് കോർട്ടാണ്. വളരെ എന്താ പറയുക, ഏറ്റവും കൂടുതൽ ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ കബാബ്, ഗ്രിൽഡ്, ടിക്ക ഇങ്ങനത്തെ ഐറ്റംസാണ്. ഫിഷ് ഐറ്റംസ് കൂടുതലായിട്ടും, നല്ല ഫിഷ് ഐറ്റംസ് കൂടുതലായിട്ട് കിട്ടുന്ന ഹോട്ടലാണ്. നമുക്ക് എന്തായാലും ബാക്കി വിശേഷങ്ങളും എന്തൊക്കെ ഐറ്റംസാണ്, എന്തൊക്കെ വെറൈറ്റീസാണ് എന്നൊക്കെ നമുക്ക് ഒരു ഉള്ളിൽ കയറിയിട്ട് ചോദിച്ച് മനസ്സിലാക്കാം, കണ്ടു അറിയാം, തിന്നു പറയാം. ഉള്ളിൽ പോവാം. ഇത് നമ്മുടെ ഇതിൻ്റെ മെയിൻ ആൾക്കാരൊക്കെ അവിടെ പോയി ഇരിക്കുകയാണ്. ഫുള്ളായിട്ട് നല്ല ആംബിയൻസ്, നല്ല തണുപ്പ് കയറിയപ്പോൾ തന്നെ AC ആണ്. നമസ്കാരം. നമസ്കാരം. വിഷ്ണു. ഞാൻ വിഷ്ണു. പേരൊന്നും നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് പരിചയപ്പെടാൻ വേണ്ടി. അൽത്താഫ്, നിയാസിക്ക, ഷമീർക്ക, സമീർ. എഗെയിൻ സമീർ. അപ്പം വീണ്ടും സമീർ. അപ്പം നിങ്ങൾ ആരാണ് ഇതിൻ്റെ ഓണേഴ്സ് ആണോ, ഓണറാണോ, അതോ എല്ലാവരും പാർട്ട്നേഴ്സാണ്? അപ്പോൾ എത്ര നാളായി നമ്മൾ തുടങ്ങിയിട്ട്? ഒരു 2 മാസം ആവുന്നു. 2 മാസം ആവുന്നു. ഞാൻ ഇത് ആരാണ് ഇങ്ങനെ ഒരു കൊണ്ടുവന്നത്, നമുക്കിങ്ങനെ ഒരു ഹോട്ടൽ തുടങ്ങാം? ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ആലോചിച്ചെടുത്ത തീരുമാനമാണ്. നമുക്ക് തുടങ്ങിയാൽ നന്നായിരിക്കും, നല്ല ഫുഡ് കൊടുക്കുക എന്നുള്ളൊരു ഇതൊക്കെ അല്ലേ. ഞാൻ കേട്ടു ഇവിടെ മെയിനായിട്ട് ടിക്ക, ഗ്രിൽഡ് അങ്ങനത്തെ ഐറ്റംസിൻ്റെ സ്പെഷ്യാലിറ്റീസ് കൂടുതലുള്ള സ്ഥലമാണ്. അറബിക് മെയിൻലി ഫിഷ് ഐറ്റംസ്, സീ ഫുഡ്സ് ആണ്. ട്രഡീഷണൽ മസാല, പിന്നെ അതുപോലെ തന്നെ അറബിക് ഉണ്ട്, ഗ്രില്ലഡ് ആയിട്ടുള്ള ഷവായ്സും അങ്ങനെയെല്ലാം നല്ല രീതിയിൽ തന്നെ കിട്ടും. അപ്പോൾ ടിക്കാസും ഫിഷ് ഐറ്റംസ് ആണ് മെയിൻലി നമ്മുടെ സ്പെഷ്യാലിറ്റീസ്. അത് കൂടാണ്ട് എന്തൊക്കെ ഐറ്റംസ് ആണ് നമ്മളിവിടെ കൊടുക്കുന്നത്? ചിക്കൻ ദം ബിരിയാണി ഉണ്ട്, പിന്നെ മന്തി, അറബിക് ബിരിയാണി, ഫിഷ് മന്തി ഉണ്ട്, പിന്നെ മട്ടൻ മന്തി, ചിക്കൻ മന്തി, അങ്ങനെ എല്ലാ ടൈപ്പുള്ള മന്തീസും ഉണ്ട്, ബിരിയാണീസ്. നമ്മുടെ സ്റ്റാർട്ടിങ് ടൈമിംഗ് എങ്ങനെയാണ് റെസ്റ്റോറൻറ്റിൻ്റെ? ഫ്രം 12 o'clock സ്റ്റാർട്ടിങ്. 12 to 12 ഉച്ചയ്ക്ക് തൊട്ടിട്ടാണ് മിഡ് നൈറ്റ് വരെ ഉണ്ട്. ശരിക്കും നല്ലൊരു ഏരിയ കിട്ടിയേക്കണം. നമ്മൾ ഇപ്പോൾ പൈപ്പ് ലൈനിൽ നിന്ന് കുറച്ച് പോകുമ്പോൾ തന്നെ ഹൈവേ തന്നെയാണ്. എങ്ങനെയുണ്ട് നമ്മുടെ റഷും കാര്യങ്ങളൊക്കെ? നല്ല ഫീഡ്ബാക്ക് ആണ് കസ്റ്റമേഴ്സിൻ്റെ ആണെങ്കിലും. പിന്നെ നമ്മളൊരു ബിഗിനിങ് ആണ്. ബിഗിനിങ്ങിൽ തന്നെ നല്ല ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ എന്തായാലും അത് നല്ല ഫുഡ് കൊണ്ട് തന്നെ മാത്രമായിരിക്കും അല്ലേ? ഇപ്പോൾ 12 മണി വരെ നമ്മുടെ ഈ ഹോട്ടൽ ഇവിടെ ഉണ്ടാവും. ഡയറക്റ്റായിട്ട് ധൈര്യപൂർവ്വം വേറെ എങ്ങും ഫുഡ് കിട്ടിയില്ലെങ്കിലും ആ ടൈമിൽ ഇവിടെ ഓപ്പൺ ആണ്. അല്ലാണ്ട് എപ്പോഴും വന്നാലും നമുക്ക് ഇത് ഓപ്പൺ ആണ് 12 to 12. അപ്പോൾ കിച്ചൺ നമുക്ക് ഇത് പുറത്താണോ? ഞാൻ മണ്ണൊഴിക്കൊരു കിച്ചൺ കണ്ടു, 2 കിച്ചൺ ഉണ്ട്. അപ്പോൾ ഇത് ഓപ്പൺ കിച്ചൺ വെച്ചേക്കുന്ന ലൈവ് ആണോ? ലൈവ് കിച്ചണും ആൾക്കാർക്ക് കണ്ട് ഇങ്ങനെ നോക്കിയൊക്കെ വന്നത് കഴിക്കാൻ അവർക്കൊരു ഇതാവും. പുറത്താണ് ലൈവ് കിച്ചൺ ഉണ്ട്. എന്തുകൊണ്ട് നമ്മൾ മോർണിംഗ് തുറക്കാൻ 12 to 12 ആക്കിയാണ്? ആൾക്കാർ കൂടുതൽ മീൻസ് ബ്രേക്ക്ഫാസ്റ്റ് ആൾക്കാർ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ മെനു, ഒത്തിരി ഐറ്റംസ് അല്ല അതിൽ ഉദ്ദേശിക്കുന്നത്. ഹൈലൈറ്റ് ഫുഡ് എന്താണ് മെനുവിലുള്ളത് അത് ഹൈലൈറ്റ് ആയിരിക്കുക, നല്ല ടേസ്റ്റിൽ കൊടുക്കുക എന്നുള്ള ഐഡിയയിൽ. അപ്പോൾ അത് ഓൾമോസ്റ്റ് കവർ ചെയ്യാൻ നമ്മുടെ അടുത്തുള്ള ഓൾറെഡി ഉള്ള ഫുഡ്. പിന്നെ നമ്മുടെ സമയപരിധി ഉണ്ടല്ലോ, കൂടുതലായിട്ട് മിഡ് നൈറ്റ് വരെ നിൽക്കുന്നതുകൊണ്ട് വീണ്ടും മോർണിംഗ് എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ നല്ല 24 hour ആയിരിക്കും. അത് ശരിയാണ്. അത് കൂടുതൽ 24 hours ഉള്ള ഹോട്ടലായിരിക്കും. എന്തുകൊണ്ട് അങ്ങനെ ചിന്തിച്ചോളാം? എന്തായാലും നമ്മൾ നോക്കട്ടെ. ബാക്കി മൂവ്മെന്റും എല്ലാം കൂടി അനുസരിച്ചിട്ടല്ലേ നോക്കാന്നുള്ളു. ഇപ്പോൾ ഉള്ള നമ്മുടെ മെനൂസിലുള്ള നമ്മുടെ ഹൈലൈറ്റഡ് സാധനം നല്ല ഫ്രഷ് ആയിട്ട് നല്ല ടേസ്റ്റിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു തീരുമാനം അല്ലേ? എന്തായാലും കൊള്ളാം. നമുക്കിനി അധികം കത്തി വയ്ക്കാണ്ട് കിച്ചണിലേക്ക് പോകാം. ഏത് കിച്ചണാണ്? ഔട്ട്സൈഡ് കിച്ചൺ. നമുക്ക് എന്തായാലും ഓപ്പൺ കിച്ചണിലേക്ക് പോവാം. ടുഡേ സ്പെഷ്യൽ ഫിഷ് മന്തി. ഷെറി മീൻസ് അത് നമ്മളെ ഏരിയയുടെ അറബിക് നെയിം. ഓക്കെ. മട്ടൻ മന്തി, ഹാജി സ്പെഷ്യൽ ബിരിയാണി, ദം ബിരിയാണി, ദമ്മാണ്. മട്ടൻ ബ്രെയിൻ ഫ്രൈ. അത് മട്ടൻ ബ്രെയിൻ അല്ലേ? ബ്രെയിൻ പെപ്പർ ഡ്രൈ. മട്ടൻ ബ്രെയിൻ നമ്മൾ നേരത്തെ പഴയ എപ്പിസോഡ്സിൽ കണ്ടിട്ടുണ്ടല്ലോ, അത് പെപ്പറൊക്കെ ഇട്ട് നല്ല രീതിയിൽ ഡ്രൈ ആയിട്ട് അങ്ങ് പൊരിച്ചെടുക്കും. കൊള്ളാം. ഫിഷ് ബാർബിക്യൂ, ഹരിയാലി കബാബ്, കൊത്തു പൊറോട്ട നമ്മുടെ ഇതൊക്കെ എല്ലാ പൊറോട്ടാസ്. എന്തായാലും കൊള്ളാം, നല്ലൊരു മെനു ആണ്. സ്പെഷ്യലാണ്, ടുഡേ സ്പെഷ്യലാണ്. ബാക്കി നമുക്ക് നമ്മുടെ കിച്ചൺ, ഓപ്പൺ കിച്ചണിലോട്ട്
ഫിഷ് ഇവിടുന്ന് സെലക്ട് ചെയ്യാം അല്ലേ? ഓക്കെ, പുറത്തുനിന്ന് ഒന്ന് സെലക്ട് ചെയ്യാം. ഇവിടെ ഞാൻ വന്നപ്പോൾ കണ്ടു, ഇവിടെ നമ്മൾ ഒന്ന് സെലക്ട് ചെയ്യണം അല്ലേ? സെലക്ട് ചെയ്തിട്ട് ആ, നമ്മളെടുത്ത് തൂക്കും. നോക്കിയിട്ട് അതിനാണ് റേറ്റ്. ഓക്കെ, നമ്മൾ ഫിഷിൻ്റെ ആ ഒരു എമൗണ്ട്, ആ ഒരു പോർഷനാണ് പ്രൈസ് നമ്മൾ നിശ്ചയിക്കുന്നത് അല്ലേ? അപ്പോൾ ഇത് ഏതൊക്കെ ഫിഷാണ് കറക്റ്റായിട്ടുള്ളത്? ചെമ്പല്ലി, കാളാഞ്ചി, തിരുത, ആവോലി, ഏരി. അപ്പോൾ ഈ ഫിഷസ് ആണ്. പിന്നെ നമ്മുടെ ടൈഗർ പ്രോൺസും ഇതിനൊക്കെയാണ് കൂടുതലും കസ്റ്റമേഴ്സ് അല്ലേ? ഇപ്പം ഇങ്ങനെ ഒന്ന് സെലക്ട് ചെയ്യും, എനിക്ക് ഇത് വേണം എന്നല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ നിന്നാണോ എടുക്കുന്നത് അതോ വേറെയാണോ? തിരുത. തിരുത അവിടെ തിരുതിരിപ്പുണ്ട് ചേട്ടാ. തിരുത ഞാൻ പറഞ്ഞു, ഇനി വെയിറ്റ് നോക്കിക്കോളൂ. അപ്പോൾ നമ്മൾ തിരുത അല്ലേ? ഇപ്പോൾ ഉള്ളിലേക്ക് ചാടുകയല്ലേ? കണ്ടോ, നല്ലൊരു കാര്യമാണ്. ആൾക്കാർക്ക് വന്ന് നോക്കി എനിക്ക് ആ മീൻ വേണം, ഈ മീൻ വേണം എന്ന് പറഞ്ഞ് നമുക്ക് എടുക്കാം. നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നമ്മുടെ മീനൊക്കെ എടുത്ത് നല്ല കൈ കൊണ്ട് തൊടാലോ അല്ലല്ലോ, നമ്മുടെ മീനൊക്കെ എടുത്ത് ഫ്രഷ് ആക്കി കത്തി മാറ്റിയിട്ട് കണ്ടോ, നല്ല ക്ലീൻ ചെയ്ത് വെച്ചേക്കാണ് നമ്മുടെ തിരുതല്ലേ? ഇതിപ്പോൾ നമ്മൾ ചെയ്യാൻ പോണ എന്തൊക്കെയാണ്? ഗ്രിൽഡ്. അപ്പോൾ ഹാഫ് തവ ഫ്രൈ, ഹാഫ് ഗ്രില്ലാണ് നമ്മൾ ചെയ്യാൻ പോണത്. ഇനി അതേപോലെ തന്നെ അടച്ച് അവിടെ വെച്ചേക്കാം. അപ്പോൾ ഇദ്ദേഹത്തെ പരിചയപ്പെട്ടുള്ള നമ്മുടെ പേര് ഷിയാസ്. അപ്പോൾ ഷിയാസിക്ക് മെയിൻ നമ്മൾ എന്താണ് ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? എന്തിലാണ്? തവ ഫ്രൈ ഇങ്ങനത്തെ ഐറ്റംസിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും കൊള്ളാം. നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. പതുക്കെ കട്ട് ചെയ്യണം അല്ലേ? അപ്പോൾ ആദ്യം നമുക്ക് കട്ട് ചെയ്യാത് രണ്ടാക്കി പിളർക്കാണ്. നമ്മൾ ഇതെല്ലാം ഫാമിലി മെമ്പേഴ്സ് ആണോ അതോ ഫ്രണ്ട്സ് ആണ്? ഇത് വേണ്ടി വേറെ എന്തെങ്കിലും ബിസിനസ്? എല്ലാവർക്കും വേറെ ഉണ്ട്, എല്ലാവരും കൂടി ചേർന്ന് ചേർന്നുണ്ട്. അപ്പോൾ നമ്മൾ മസാല ചെയ്യാൻ പോവാണ്. ആദ്യം ഏതാണ്? ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ജിഞ്ചർ പേസ്റ്റും ഗാർലിക് പേസ്റ്റും രണ്ടും കൂടി എടുത്ത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുകയാണ്. ഇത്തിരി ഉപ്പ്, ചില്ലി പൗഡർ, ഗരം മസാല, ബ്ലാക്ക് പെപ്പർ, മഞ്ഞൾപ്പൊടി. അപ്പോൾ നമ്മൾ മസാല ഇങ്ങനെ കുഴച്ചു. ലെമൺ പീസ് അല്ല, ഇത് നമ്മൾ എന്ത് മസാല, ഇതിനെന്തോ കോണ്ടി അങ്ങനെ എന്തോ ഒരു മസാല എന്ന് പറയില്ലേ? കോണ്ടിനെന്റ് മസാല അല്ലേ, നമ്മൾ സൗത്ത് ഇന്ത്യൻ സ്റ്റൈലില് അറബിക് സ്റ്റൈൽ ആക്കി കൊടുക്കുന്നതാണ്. ഇവിടെ കേരളക്കാർ സ്പൈസിയാണ് കൂടുതൽ. അറബീസ് വരുമ്പോൾ അവർക്ക് മാത്രമേ സ്പൈസ് കുറച്ച് കൊടുക്കുള്ളൂ. സ്പൈസി കുറച്ചിട്ട് ഇതെല്ലാം മലയാളികളാണ്, ഇവിടെ കൂടുതൽ മലയാളീസ് വരണം, എരിവ് വേണം. അപ്പോൾ ആ എരിവിനുള്ള മസാല നമ്മൾ അറബിക് സ്റ്റൈലിൽ അടിച്ചു കൊടുക്കുകയാണ്. ഇത് നന്നായിട്ട് തിരുമ്പാണ്. ഇനി എന്താ നമുക്ക് ചേർക്കാനുള്ളത്? ഇനി നമുക്കിത് ഒരു 5 മിനിറ്റ് വെക്കണം. 5 മിനിറ്റ് വെക്കണം. ഒരു 5 മിനിറ്റ് നമ്മളിവിടെ വെക്കുന്നുണ്ട്, മസാലയൊക്കെ ഒന്ന് സെറ്റ് ആവട്ടെ. അറബിക് സ്റ്റൈൽ മസാല. അപ്പോൾ ഇത് കൂടാണ്ട് ഈ ഒരു അറബിക് സ്റ്റൈൽ മസാല കൂടി ഉണ്ടാക്കുന്നുണ്ട്, അത് ഉണ്ടാക്കാൻ പോവാണ്. അതിന് തന്നെ ഗാർലിക് ഇട്ടു, ജിഞ്ചർ രണ്ടിൻ്റെ പേസ്റ്റാണ്, ഗരം മസാല, ബ്ലാക്ക് പെപ്പർ, മഞ്ഞപ്പൊടി. ഇതെല്ലാം നന്നായിട്ടിട്ട് മിക്സ് ചെയ്യുക, നേരത്തെ ചെയ്ത പോലെ തന്നെ. പക്ഷെ അത് നമ്മൾ മുളക് പൊടി ചേർക്കില്ല. ഓക്കെ, തൈരാണ് മിക്സ് ചെയ്യണത്. നമ്മൾ മുളക് പൊടി ചേർക്കത്തില്ല. ഒരു തൈര് മിക്സ് ചെയ്യും, തൈര് മിക്സ് ചെയ്യുന്നുണ്ട്. അത് നന്നായിട്ട് അങ്ങ് ഉപ്പ് ഇത് നന്നായിട്ട് കുഴയ്ക്കുന്നുണ്ട്. വെക്കണം. തവ ഫ്രൈ ചെയ്യാം. ഇത് കേരള മസാല. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത് കേരള മസാലയാണ്. അത് നമ്മൾ തവയ്ക്ക് വേണ്ടിയിട്ടുള്ള മീനിലേക്ക് പുരട്ടാൻ പോവാണ്. പുരട്ടാം.